അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഓരോ മുസ്ലിമീനും അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ദിവസം മുഴുവൻ എങ്ങനെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാം? ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു മുസ്ലിമിൻ്റെ സുന്നത്ത് ജീവിത രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് ഉടനെ അള്ളാഹുവിനെ സ്മരിക്കുക. ഉറക്കമെന്ന ചെറിയ മരണത്തിനു ശേഷം ജീവൻ തിരികെ നൽകിയ അള്ളാഹുവിനോട് നന്ദി പറയുക എന്നതാണ്. രണ്ടാമത്തത്, മിസ്വാക്കും വുളൂഉം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്കിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വുളൂവിലും ശരീരവും മനസ്സും ശുദ്ധമാകുന്നു എന്നതാണ്. 3. ഫജർ നമസ്കാരം. ഒരു മുസ്ലിമിൻ്റെ ദിവസത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ തുടക്കമാണ് ഫജർ. ഫജർ നമസ്കാരവും അതിനു മുൻപുള്ള സുന്നത്തും വലിയ മഹത്വമാണുള്ളത്. 4. പ്രഭാത ദിക്റുകളും ഖുർആൻ പാരായണവും. രാവിലെ കുറച്ചു സമയം ഖുർആൻ പാരായണത്തിനു ദിക്റുകൾക്കുമായി മാറ്റിവെക്കുക എന്നതാണ്. ഇത് ദിവസത്തിന് ബറക്കത്ത് നൽകുന്നു എന്നതാണ്. 5. കുടുംബത്തോടും ആളുകളോടും നല്ല പെരുമാറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ മാതൃകയായിരുന്നു. പുഞ്ചിരിക്കുക പോലും ഒരു സ്വതക്കയാണ്. 6. ഭക്ഷണം കഴിക്കുന്നത് സുന്നത്ത്, അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന് ശേഷം അള്ളാഹുവിനോട് സ്തുതിക്കുകയും ചെയ്യുക, അൽഹംദുലില്ലാ എന്ന്. 7. ജോലിയിലും പഠനത്തിലും ആത്മാർത്ഥമായ സത്യസന്ധതയിലും വിശ്വസ്തനുമായ ഒരു മുസ്ലിമിൻ്റെ പ്രധാന ഗുണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസ്തനായ വ്യക്തിയായി അറിയപ്പെട്ടിരുന്നത്. 8. 5 നേരം നമസ്കാരം. ദിവസത്തിൻ്റെ തിരക്കുകൾക്കിടയിലും നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. നമസ്കാരം, അഥവാ ഇന്ന് അള്ളാഹുമായുള്ള ബന്ധം ശക്തമാകുന്നു. നാം നിസ്കരിച്ചാൽ റബ്ബുമായിട്ടുള്ള കണക്ഷൻ, അള്ളാഹുവായിട്ടുള്ള ബന്ധം നിലനിർത്താൻ 5 വഖ്ത് നിസ്കാരം നമ്മെ സഹായിക്കുന്നു എന്നതാണ്. 9. സന്ധ്യയായാൽ ദിക്റുകളും വൈകുന്നേരം സുന്നത്തിൽ വന്ന ദിക്റുകളും ദുആകളും ചൊല്ലുക എന്നതാണ്. ഇത് പല ആപത്തുകളിൽ നിന്നും സംരക്ഷണമാകുന്നു എന്നതാണ്. 10. ഉറക്കത്തിന് മുമ്പ് വുളൂഅ് ചെയ്ത് ഉറങ്ങുക. ഉറക്കത്തിന് മുമ്പ് ദുആ ചൊല്ലുകയും ഖുർആനിലെ ചില സൂറത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ഇങ്ങനെ തുടങ്ങി 10 ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ഇത് കൂടാണ്ട് മറ്റു കാര്യങ്ങളുമുണ്ട്. സുന്നത്തുകൾ, മുത്തനബി തങ്ങൾ പറഞ്ഞ സുന്നത്തുകളുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, അങ്ങനെ തുടങ്ങി ചെരുപ്പിടുമ്പോൾ അത് വലത് കാല് ഇടത് കാല്, അങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട്. അതെല്ലാം നാം പിൻപറ്റി ജീവിക്കുക. ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിലെ ഭാഗമാക്കാൻ നാം ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ.